ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസോലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഇന്ന് ബെർലിനിൽ എത്തിച്ചേരും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഭാഗമായ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിലുള്ള ഡയലോഗിന്റെ മുഖ്യ അതിഥിയായിട്ടാണ് പരിശുദ്ധ കത്തോലിക്ക ബാവ ബെർലിനിൽ എത്തുന്നത്. മാർച്ച് 26 മുതൽ 28 വരെയാണ് EKD ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഡയലോഗ് നടക്കുന്നത്. ജർമ്മനിയിൽ 20 പ്രൊട്ടസ്റ്റ് സഭകളുടെ കൂട്ടായ്മയായ EKDയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും തമ്മിൽ ഈ സംവാദം 1983 മുതൽ നടന്നു വരുന്നുണ്ട്. കാത്തോലിക്ക ബാവ ജർമ്മനിയിലെ ഇതര ഓർത്തഡോക്സ് സഭകളുടെയും കാത്തോലിക്ക സഭയുടെയും അധ്യക്ഷന്മാരുമായും ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുമായും വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തും. മാർച്ച് 30 ജർമ്മനി സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസന മെത്രാപ്പോലീത്ത എബ്രഹാം മാർ സ്തേഫാനോസ് ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം കത്തോലിക്ക ബാവയെ അനുഗമിക്കും. മാർച്ച് 31 സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും കാർ ഭാഗങ്ങൾക്കും 25% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാറിന്റെ നിർമ്മാണം US-ലാണ് നടത്തുന്നത് എങ്കിൽ ഒരു നികുതിയും ബാധകമാവില്ല എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. US-ൽ വാഹന നിർമ്മാണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ തീരുവ ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരും. കാർ ഭാഗങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ മെയ് മാസം മുതലാകും പ്രാബല്യത്തിൽ വരുന്നത്. ഇതോടെ കാറുകളുടെ വില ഉയർത്താൻ US-ലെ കമ്പനികൾ നിർബന്ധിതരാകും. വില വർധനവ് വിപണിയിൽ ഇടിവുണ്ടാക്കുമോ എന്നാണ് കമ്പനികളുടെ ആശങ്ക. എന്നാൽ തീരുവ നയം നടപ്പിലാക്കുന്നതിലൂടെ കാർ വിപണിയിൽ വൻ കുതിപ്പുണ്ടാകുമെന്നും US-ലെ തൊഴിൽ സാധ്യതയ്ക്ക് ഇത് മുതൽക്കൂട്ടാകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. 2024 മാത്രം US-ലേക്ക് ഏകദേശം 80 ലക്ഷം കാറുകൾ ഇറക്കുമതി ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. $244 ബില്യൺ വാഹനങ്ങളാണ് 2024 ഇറക്കുമതി ചെയ്തത്. പുതിയ തീരുവ പ്രഖ്യാപനം US-ലേക്കുള്ള കാർ ഇറക്കുമതിയിൽ മുൻപന്തിയിലുള്ള മെക്സിക്കോയിലും ദക്ഷിണ കൊറിയ, ജപ്പാൻ, കാനഡ, ജർമ്മനി എന്നീ രാജ്യങ്ങൾക്ക് തിരിച്ചടിയായേക്കും. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. തെക്കൻ കൊറിയയെ കണ്ണീരിലാഴ്ത്തി കാട്ടുതീ പടരുകയാണ്. തെക്കൻ കൊറിയയിലെ തെക്കൻ പ്രദേശങ്ങളിൽ വ്യാപകമായ കാട്ടുതീ വലിയ നാശമാണ് വിതയ്ക്കുന്നത്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം കാട്ടുതീയിൽ മരണം 24 സൈന്യത്തിന്റെ സഹായത്തോടെ തീയണയ്ക്കാൻ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 30,000-ഓളം പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. 250-ലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചതായിട്ടും അധികൃതർ വ്യക്തമാക്കി. പ്രദേശത്തെ നിരവധി വീടുകളും ഫാക്ടറികളും വാഹനങ്ങളും അഗ്നിക്ക് ഇരയാക്കിയിട്ടുണ്ട്. 1300 വർഷം പഴക്കമുള്ള ഗൗൺസ് ബുദ്ധ ക്ഷേത്രവും കാട്ടുതീയിൽ കത്തിനശിച്ചതായി കൊറിയ ഹെറിറ്റേജ് സർവീസ് അറിയിച്ചു. ക്ഷേത്രത്തിലെ വിലപ്പെട്ട നിധികളിൽ ചിലത് മാറ്റിയെങ്കിലും വലിയ നാശം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തെക്കൻ കൊറിയയിലെ തെക്കൻ പ്രദേശങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിക്കാൻ തുടങ്ങിയത്. കാട്ടുതീയിൽ ഇതുവരെ 43,330 ഏക്കറോളം ഭൂമി കത്തി നശിച്ചുവെന്നാണ് വ്യക്തമാകുന്നത്. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം സൈന്യം നടത്തുന്നുണ്ട് എങ്കിലും കാട്ടുതീ ഇതുവരെയും പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. 2030 ആകുമ്പോഴേക്കും സമുദ്രങ്ങളിൽ 602 മില്യൺ കിലോഗ്രാം കൊക്കക്കോള പ്ലാസ്റ്റിക് മാലിന്യം നിറയാൻ സാധ്യതയെന്ന റിപ്പോർട്ടുമായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പായ ഓഷ്യാന. സമുദ്ര സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര അഭിഭാഷക സംഘടനയാണ് ഓഷ്യാന. ഓഷ്യാനയുടെ പഠനമനുസരിച്ച് 602 മില്യൺ കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ലോകത്തിലെ സമുദ്രങ്ങളിലേക്കും ജലപാതകളിലേക്കും എത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. 12 ദശലക്ഷം തിമിംഗലങ്ങളുടെ വയറ് നിറയ്ക്കാൻ മതിയായ അത്രയും പ്ലാസ്റ്റിക്കാണിത്. ക്യാൻസർ, വന്ധ്യത, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾ കാരണം മൈക്രോ പ്ലാസ്റ്റിക് ആണ് എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ വ്യാപനം മൂലം മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ അപകടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 2024 സയൻസ് അഡ്വാൻസസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് പ്ലാസ്റ്റിക് മലിനീകരണം ഉണ്ടാകുന്നതിൽ കൊക്കക്കോളയാണ് 1ാം സ്ഥാനത്ത്. പെപ്സിക്കോ, നെസ്ലെ, ഡാനോൾ, ആൾട്രിയ എന്നിവ തൊട്ടു പിന്നിലുണ്ട്. കമ്പനി നിലവിലെ രീതിയിൽ തന്നെ തുടർന്നാൽ 2030 ആകുമ്പോഴേക്കും 4.13 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊക്കക്കോള പ്രതിവർഷം ഉപയോഗിക്കുമെന്നും ഇത് ലോകത്തിലെ ജലപാതകളിലെയും സമുദ്രങ്ങളിലേക്കും എത്തുമെന്നും റിപ്പോർട്ടിൽ കണക്കാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.